ഒരു സ്ത്രീ സംസാരിക്കുന്നത് നന്നായി കേൾക്കാൻ ഒരു പുരുഷനുണ്ടെങ്കിൽ ആ പുരുഷന്റെ അടിമയായ സ്ത്രീ മാറുന്ന ഫാനായി മാറും. അപ്പൊ ഞാൻ ഈ അടുത്ത കാലത്ത് ശ്രദ്ധിക്കണ്ടേ, നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹം വളരെ മികച്ച രീതിയിൽ ശ്രീ വി ഡി സതീശൻ ശരീരഭാഷ പ്രയോഗിക്കുന്ന ആളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ചോർച്ച, ശരീരം നൽകുന്ന ഒരു ചോർച്ച എന്ന് പറഞ്ഞത് എന്താണ്? അപ്പൊ ഇയാൾ സംസാരിക്കുമ്പോൾ അയാൾ എന്തെങ്കിലും പറയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അയാളെ അവിടെ ഒരു നോട്ടം കൊണ്ട് ശരീരഭാഷ കൊണ്ട് അമ്മാവൻ അവിടെ ഇരുത്തും. ഡാവിഞ്ചി പറയുന്നത് പോലെ കേൾക്കേണ്ടത് കേൾക്കും, കാണേണ്ടത് കാണും, ചിന്തിക്കേണ്ടത് ചിന്തിച്ച് പറയും എന്നാണ്. അവബോധത്തോടു കൂടി പറയും എന്നുള്ളതാണ് അസേർട്ടീവ് ആയിട്ടുള്ള ശൈലി എന്ന് പറയുന്നത്. ഈ അസേർട്ടീവ് ശൈലിക്ക് പ്രധാനമായിട്ടും തുണയേകുന്ന ഒന്നാണ് നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസ് എന്നത്. അത്തരം ആളുകൾ നമുക്ക് കണ്ടാൽ അറിയാം. നമസ്കാരം. കമ്മ്യൂണിക്കേഷനെ കുറിച്ചുള്ള ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമ്മ്യൂണിക്കേഷൻ്റെ ലോകത്ത് നമ്മൾ സഞ്ചരിക്കുമ്പോൾ പ്രധാനമായും നമ്മൾ സ്വായത്തമാക്കേണ്ട ഒരു കഴിവാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്നത്. യഥാർത്ഥത്തിൽ ഐക്യുവിനെ പോലെ തന്നെ ഐക്യുവിനേക്കാൾ പ്രധാനപ്പെട്ട ഒന്നാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്നത്. ഇമോഷണൽ ഇന്റലിജൻസ് യഥാർത്ഥത്തിൽ നമുക്ക് നേടിയെടുക്കേണ്ട പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് അതിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഡാനിയൽ ഗോൾഡ്മാൻ, ഈ ആധുനിക കാലഘട്ടത്തിൽ ഡാനിയൽ ഗോൾഡ്മാൻ ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ച് നിരവധി ആശയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഗോൾഡ്മാൻ്റെ പുസ്തകമാണ് ഇമോഷണൽ ഇന്റലിജൻസ്. അത് നേടിയെടുക്കേണ്ടത് ആവശ്യകതകളെക്കുറിച്ച്, ജീവിതത്തിൽ അതിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെയാണ്. പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, നമ്മൾ രണ്ട് തരത്തിലുള്ള ആളുകളെയാണ് നമ്മൾ എപ്പോഴും കണ്ടുമുട്ടുക. പാസീവ് നേച്ചറുള്ള ആളുകളുണ്ട്, വളരെ താഴ്ന്ന ശബ്ദത്തിൽ സംസാരിക്കുക, ആത്മവിശ്വാസക്കുറവ് കാണിക്കുക, വളരെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഒരു അഭിപ്രായം ഒന്നും പറഞ്ഞില്ലല്ലോ, അല്ല ഞാൻ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. അവർ പല കാര്യങ്ങൾ പറയാൻ മടിക്കും. അവരെപ്പോഴും ഒരു പാസീവ് നേച്ചറിൽ പതുങ്ങിയിരിക്കും. പക്ഷെ അവർക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജീവിതത്തിൽ എപ്പോഴും ഒരു സൈഡ് ലൈൻ ചെയ്യപ്പെട്ട ആളുകളായിരിക്കും ഇവർ. അവരത് പറയാൻ മടിക്കുന്നത് ഭയപ്പെട്ടുകൊണ്ടാണ്. താൻ എന്തെങ്കിലും പറഞ്ഞാൽ ഒരുപക്ഷെ അത് മറ്റുള്ളവർ തെറ്റിദ്ധാരണയ്ക്ക് കാരണമാകുമോ, അപ്പോൾ അതുകൊണ്ട് വേണ്ട, നമ്മളെന്തെങ്കിലും പറഞ്ഞിട്ട് ഇനി വെറുതെ ആൾക്കാരെന്തെങ്കിലും പറഞ്ഞിട്ട് എന്തിനാ വെറുതെ നമ്മൾ അതിലൊക്കെ ഇടപെടാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ സൂത്രത്തിൽ അങ്ങ് മാറി നിൽക്കും പാസീവ് നേച്ചറായിട്ടുള്ള ആളുകൾ. അവരെപ്പോഴും സർവം സഹയായ അല്ലെങ്കിൽ സർവം സഹനായ ആളുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവരെ വർണ്ണിക്കുകയൊക്കെ ചെയ്യും. പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും പറയാം, അവനെ കൊണ്ട് ഒരു ശല്യമില്ല കേട്ടോ, അവിടെ ഒരു സൈഡിൽ അങ്ങനെ മാറി നിന്നോളും. അതങ്ങനെ കുട്ടി ഇവിടെ ഒരു ആളുണ്ടെന്ന് പോലും തോന്നുകയില്ല. ആ വീട്ടിൽ ചെല്ലുമ്പോൾ മകനെക്കുറിച്ചോ മകളെക്കുറിച്ചോ പറയുന്നത്, അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടെന്ന് പോലും തോന്നുകയില്ല എന്നാണ്. അതൊരു ഗുഡ് വില്ലായിട്ടൊക്കെ കണക്കാക്കപ്പെടും. പക്ഷെ യഥാർത്ഥത്തിൽ ആ പാസീവ് നേച്ചറിലേക്ക് പോകുന്നതുകൊണ്ടുള്ള അപകടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ സൈഡ് ലൈൻ ചെയ്യുന്നു, സ്വയം സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നു. അഭിപ്രായങ്ങൾ പറയാൻ പറ്റാത്ത വിധത്തിൽ ഉള്ളിലൊതുക്കി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഉള്ളിലൊതുക്കി സൈഡ് ലൈൻ ചെയ്യപ്പെട്ട് ഒരു നാൾ ഇത് പൊട്ടിത്തെറിക്കപ്പെടും, ഒരു നാൾ ഇത് പുറത്തു വരും. ഒരു അഗ്നിപർവ്വതം പോലെ ഉള്ളിൽ നിന്ന് പുകഞ്ഞ് കൽക്കരി കനൽ നീറുന്നത് പോലെ. കൽക്കരി ലോകത്തെ ഏറ്റവും വലിയ അപകടകരമായ അവസ്ഥയാണ്. കൽക്കരി കത്തുന്നത്, ഒരു കുഞ്ഞു തീപ്പൊരി മതി, അത് കനലായി എരിച്ചു കളയും, അത് എന്തിനേയും എരിച്ചു കളയും. അതുപോലെ ഒരു അവസ്ഥയിൽ ഈ പാസീവ് നേച്ചറായിട്ടുള്ള ആളുകൾ മാറും. അതേസമയം മറ്റൊരു കൂട്ടരുണ്ട്, അഗ്രസീവ് നേച്ചറുള്ള ആളുകളാണ്. അവരെല്ലാം ജീവിതത്തിൽ ഞാൻ ഇവിടെ ആദ്യത്തേതിൽ ഞാനില്ല, ഞാൻ ഉണ്ടാവരുത്, ഇവിടെ ഞാനേ ഉള്ളൂ. ഈ ഞാൻ വന്നിട്ട് എന്താണ്, എല്ലാ കാര്യത്തും ഞാൻ പറയും. അധികാര മനോഭാവമാണ് അവരുടെ മുഖമുദ്ര. ഞാൻ പറയും, നിങ്ങൾ അനുസരിക്കണം. ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ, ഇതാണ് അവരുടെ മുഖമുദ്ര. മറ്റത് പാസീവ് നേച്ചറിൽ യു ആർ ഓക്കെ, ഐ ആം നോട്ട് ഓക്കെ. ഇവിടെ ഐ ആം ഓക്കെ, ഞാൻ മാത്രമാണ് ഓക്കെ, നിങ്ങൾ ഓക്കെ അല്ല. ഇതാണ് ഈ അധികാര സ്വരത്തിലുള്ള ആളുകൾ എപ്പോഴും വളരെ വേഗത്തിൽ അവരുടെ കാര്യം നേടിയെടുക്കാൻ വേണ്ടി ഏത് അവസ്ഥയിൽ അവർ പോകും. അവരുടെ കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവരെന്തും ചെയ്യും, എന്തും ബലി കഴിക്കും. എത്ര അറ്റം വരെ പോകാമോ അത്ര അറ്റം വരെ അവർ പോവുകയും ചെയ്യും. പക്ഷെ അത് നേടിയെടുക്കുന്നവരുടെ വ്യക്തിബന്ധങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അവരുടെ ഈ നേച്ചർ, ഈ അധികാര മനോഭാവം, ഈ ഭരിക്കാനുള്ള സ്വഭാവം അവരെ എപ്പോഴും മറ്റുള്ളവരിൽ നിന്നും അകറ്റി നിർത്തിക്കൊണ്ടിരിക്കും. അവരുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് തികഞ്ഞ ഒരു പരാജയമായി മാറും. ഒരിടത്ത് നിശബ്ദത മുഖമുദ്രയാക്കുമ്പോൾ ഇവിടെ ആധികാരികതയും താൻപോരിമയുമാണ് ഇതിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത്. ഈ രണ്ട് ആൾക്കാർക്കും എന്താണ് ശരിക്കും നഷ്ടപ്പെടുന്നത്? ഈ രണ്ടാമത്തെ ആൾക്ക് ജീവിതത്തിൽ നിന്ന് അവർ മാറ്റപ്പെടുന്നത്, അവരെന്തെങ്കിലും തഴയപ്പെടുന്നൊന്നും അവർ പോലുമില്ല. ഇങ്ങനത്തെ ആളുകൾക്ക് കുടുംബത്തിലോ സ്ഥാപനത്തിലോ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവരുടെ പുഷ്കര കാലത്തെ ആളുകൾ അവരെ വലിയ ബഹുമാനത്തോടെ കാണും. പക്ഷെ അത് കഴിഞ്ഞിട്ട്
അവർക്ക് എന്തെങ്കിലും ഒരു മോശം അവസ്ഥ വരുമ്പോഴേക്കും അവരെ ആരും ഗവനിക്കാതാണ്. നമുക്ക് ഇത് ഞാനിത് പറയുമ്പോൾ അത്തരത്തിലുള്ള ഉദാഹരണങ്ങളൊക്കെ പ്രേക്ഷകരുടെ മനസ്സിലൂടെ കടന്നു വരുന്നുണ്ട്, നിങ്ങൾക്കത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഈ രണ്ട് കൂട്ടരെയും, ഈ പാസീവ് നേച്ചറുകാരെയും ഈ അഗ്രസീവ് നേച്ചറുകാരെയും നമുക്കിടയിലെല്ലാം ഉണ്ട് എന്നിരിക്കെ എവിടെയാണ് ഇതിൻ്റെ ഒരു കുറവ് വന്നിരിക്കുന്നത്? എന്തുപയോഗിച്ച് നമുക്കിതിനെ നേരെയാക്കാൻ പറ്റും? ഇവിടെയാണ് ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഞാൻ വളരെ അഗ്രസീവ് നേച്ചറായിട്ടുള്ള ഒരാളായിരുന്നു ഒരു സമയത്ത്. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം അത്ര ഇല്ല എന്ന് പറയാം. അഗ്രസീവ് നേച്ചറായിട്ടുള്ള ആളെന്ന് പറഞ്ഞാൽ എന്തിനും തർക്കിക്കും, എന്തിനും അഗ്രസീവായിട്ട് ദേഷ്യപ്പെടും. അപ്പോൾ വീട്ടിൽ വളരെ ദേഷ്യപ്പെടുന്ന ഒരാളാണ്, പക്ഷെ പുറത്ത് വളരെ പാസീവ് നേച്ചറുള്ള ഒരാളാണ്, വളരെ സാത്വികനും. അയ്യോ, ഇത്രയും സൈലൻ്റ് ആയിട്ടുള്ള ഒരാളെ കണ്ടിട്ടില്ല എന്നാ പറയുക. അപ്പൊ അവിടെ നാട്ടിൽ എലി, വീട്ടിൽ പുലി. ചിലര് വീട്ടിൽ പുലി, നാട്ടിൽ എലി. തിരിച്ചും വരും, തിരിച്ചും മറിച്ചും വരും. അപ്പൊ ഇത് രണ്ടും കൂടെ ഉൾപ്പെടുന്ന ആളുകളാണ്. പാസീവ് അഗ്രസീവ് നേച്ചറായിട്ടുള്ള ആളുകൾ നമുക്കിടയിൽ ധാരാളമുണ്ട്. ഇവിടെയാണ് ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ പ്രാധാന്യം. അപ്പൊ നല്ല ഇമോഷണൽ ഇൻ്റലിജൻസ്, അതായത് നമ്മുടെ ഈ ധാരണകളെ, ഈ ഇമോഷനുകളെ, ഈ വൈകാരിക ഭാവങ്ങളെ നല്ല ബുദ്ധിപരമായിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ, ബാലൻസ് ചെയ്ത് പോകുമ്പോൾ ആ ബാലൻസ് ചെയ്ത് അതിനെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തു വരുന്ന ആ രീതിക്ക് ഒരേ സമതുലിതമായ അവസ്ഥയിൽ വരുന്ന ആ രീതിയാണ് അസേർട്ടീവ് നേച്ചർ എന്നത്, അസേർട്ടീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പാസീവ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് ആവശ്യമില്ലാത്തതാണ്. അത് ഒതുക്കി വെച്ച് കൊണ്ടു നടന്നാൽ അവസാനം പിന്നീട് എന്തെങ്കിലും അപകടമായി മാറും. അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും അപകടം ചെയ്യുന്ന, എപ്പോഴും നമ്മൾ സൈഡ് ലൈൻ ചെയ്യപ്പെടുന്ന ഒരു സംഗതിയാണ്. അതിന് രണ്ടിനും നടുവിലാണ് അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് വരുന്നത്. അഗ്രസീവ് ശൈലി മധ്യമ മാർഗമാണ്, രണ്ടിനും നടുവിലുള്ള ഭാഗമാണ്. കേൾക്കേണ്ടത് കേൾക്കുന്നു, ഡാവിഞ്ചി പറയുന്നത് പോലെ കേൾക്കേണ്ടത് കേൾക്കും, കാണേണ്ടത് കാണും, ചിന്തിക്കേണ്ടത് ചിന്തിച്ച് പറയും എന്നാണ്. അവബോധത്തോടു കൂടി പറയും എന്നുള്ളതാണ് അസേർട്ടീവായിട്ടുള്ള ശൈലി എന്ന് പറയുന്നത്. ഈ അസേർട്ടീവ് ശൈലിക്ക് പ്രധാനമായിട്ടും തുണയേകുന്ന ഒന്നാണ് നമ്മുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നത്. അത്തരം ആളുകൾ നമുക്ക് കണ്ടാൽ അറിയാം. അവരൊന്നും ഒരു സ്ഥലത്ത് പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ, അല്ലാത്ത ആളുകൾ സംസാരിക്കുമ്പോൾ എപ്പോൾ അടി നടന്നെന്ന് ചോദിച്ചാൽ മതി. ഒരു വിരൽ ചൂണ്ടൽ പോലും ചിലപ്പോൾ കുഴപ്പത്തിലേക്ക് ആവാം ഈ ശരീരഭാഷ കൊണ്ട്. ഇപ്പം ലോകത്തിലെ ഏറ്റവും വിരൽ പിടിപ്പിക്കുന്ന ഒരു ഭാഷയാണ്. ശരി, എവിടെ പോയാലും വിരൽ ചൂണ്ടി സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പം നമ്മളെ ദേഷ്യപ്പെടുത്തും, അപ്പം നമ്മളെ ദേഷ്യം പിടിപ്പിക്കും. ആരായാലും വെറുതെ തമാശക്ക് പോലും ചെയ്താൽ ഇങ്ങനെ ചൂണ്ടിയാൽ മതി. 10 പ്രാവശ്യം ചൂണ്ടിക്കഴിഞ്ഞാൽ കണ്ടോണ്ട് നിൽക്കുന്ന ആൾക്ക് ദേഷ്യം തോന്നാം. ഇപ്പം ഞാൻ ഈ അടുത്ത കാലത്ത് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹം വളരെ മികച്ച രീതിയിൽ ശ്രീ വി ഡി സതീശൻ ശരീരഭാഷ പ്രയോഗിക്കുന്ന ആളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു ചോർച്ച, ശരീരം നൽകുന്ന ഒരു ചോർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലൂപ്പ് ഹോൾ. അദ്ദേഹം വിരൽ ചൂണ്ടി വല്ലാതെ സംസാരിക്കുന്ന ആളാണ്. പക്ഷേ ഈ അടുത്ത കാലത്ത് അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം ഒരുപക്ഷെ ഉപദേശകർ അദ്ദേഹത്തിന് അഡ്വൈസ് ചെയ്തിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ സ്വയം അവബോധം കൊണ്ട് അദ്ദേഹം അത് മനസ്സിലാക്കിയിട്ടുണ്ടാവാം. ആ വിരൽ ചൂണ്ടുന്നത് അദ്ദേഹം ഇപ്പോൾ കുറച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അത് കുറച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് സ്വീകാര്യത അദ്ദേഹത്തിൽ കൂടിയിട്ടുണ്ട് എന്നാണ്. ഈ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചിരുന്ന ഹിലരി ക്ലിന്റൺ, തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ കൈ ചൂണ്ടി സംസാരിക്കും. ഈ കൈ ചൂണ്ടി സംസാരിക്കുന്നത് ആളുകളെല്ലാം അവരോട് പറഞ്ഞു കൊടുത്തു, ഈ കൈ ചൂണ്ടി സംസാരിക്കുന്നത് ആധികാരികത വളർത്താൻ വേണ്ടി ചെയ്യുന്നത് അപകടമുണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് അഡ്വൈസേഴ്സ് പറഞ്ഞതിന് ശേഷം അവർ ഈ കൈ ചൂണ്ടുന്നത് അവർ അടഞ്ഞ ശരീരഭാഷ എന്ന് പറയും ഇതിനെല്ലാം. അപ്പോൾ അങ്ങനെ സംസാരിക്കുന്ന അവർ നിർത്തിയപ്പോൾ അവർക്ക് സ്വീകാര്യത വളരെ പെട്ടെന്ന് കൂടിയെന്നാണ്. അപ്പോൾ ഈ രീതിയിൽ ശ്രീ വി ഡി സതീശനെ പോലുള്ള ആളുകൾ, പബ്ലിക് പ്ലേസിൽ നിൽക്കുന്ന ആളുകളൊക്കെ എപ്പോഴും ഈ ശരീരഭാഷ ശ്രദ്ധിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. അതിനവർക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് അത് പഠിച്ചെടുക്കേണ്ടതുണ്ട്, സ്വായത്തമാക്കി എടുക്കേണ്ടതുണ്ട്. ഇതൊരു സ്കില്ലാണ്. ഇത് മനസ്സംബന്ധിയായിട്ടുള്ള ഒരു കാര്യമാണ്, ഫിസിയോളജിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് പരിശീലനം കൊണ്ട്, പ്രവൃത്തിയിലൂടെ നമുക്ക് നേടിയെടുക്കേണ്ട, അവബോധത്തിലൂടെ നേടിയെടുക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ മുഖേന മറ്റൊരാൾക്ക് ഒരു കോട്ടവും ഉണ്ടാവരുത് എന്ന ഒരു തോന്നൽ, ഒരു ചിന്തയാണ് അതിൻ്റെ ആധാരമായിട്ടുള്ളത്. ഐ ആം ഓക്കെ, യു ആർ ഓക്കെ. നിങ്ങളും ഓക്കെയാണ്, ഞാനും ഓക്കെയാണ്. രണ്ടുപേരും അവിടെ ഒരേ അവസ്ഥയിലാണ്. അപ്പം നിങ്ങൾക്കുള്ളത് എനിക്കുമുണ്ട്, എനിക്കുള്ളത് നിങ്ങൾ. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കും, നിങ്ങൾ പറയുന്നത് ഞാനും കേൾക്കും. അതാണ്, നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കും, ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കും. നിങ്ങൾ കേൾക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വളരെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അപ്പോൾ ഇതിനൊരു ഇമോഷണൽ, വൈകാരികമായ ബുദ്ധി ആവശ്യമുണ്ട്. ഈ വൈകാരിക ബുദ്ധിയുള്ള ആളുകളാണ് നല്ല നെഗോസിയേഷൻ നടത്തുന്ന ആളുകൾ. അവർ ഈ പ്രശ്നപരിഹാര വിദഗ്ധരായിട്ട് മാറും. വളരെ കൃത്യമായി അവർക്ക് ആ പ്രശ്നങ്ങളെ കണ്ടുപിടിക്കാൻ കഴിയും.
അപ്പം ആ പ്രശ്നങ്ങളൊക്കെ എവിടെ കിടക്കുന്ന സത്യത്തിൽ ഒരു വിഷയത്തിന്റെ പ്രശ്നത്തിന്റെ അകത്താണ് അതിന്റെ പ്രശ്നത്തിന്റെ പരിഹാരം കിടക്കുന്നതെന്ന് പറയും. അകത്താണ്. അകത്തെത്തി വളരെ തന്മയീഭാവത്തിൽ അവർ വളരെ സാവധാനത്തിൽ അകത്തേക്കുന്ന അവരെ കണ്ട് സംസാരിച്ച് അവരോട് വർത്തമാനം പറഞ്ഞ് അവരത് പരിഹരിക്കുന്നത് കാണാം. ഇപ്പം എൻ്റെ അമ്മാവൻ ഞാൻ കണ്ട ഏറ്റവും മികച്ച നെഗോഷിയേറ്റർമാരിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ജോസ് ഫറീസ് എന്നാണ്. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ പാർട്ടി സ്ഥാപിക്കുന്നതിൽ വലിയ പങ്കുവച്ച ആളാണ്. അദ്ദേഹം ഏതാനും വർഷങ്ങളായുള്ളൂ അദ്ദേഹം 12 വർഷമായി, 13ാമത്തെ വർഷമാണ് അദ്ദേഹം മരിച്ചിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത് വലിയ സ്വീകാര്യതയുള്ള ഒരു പൊളിറ്റീഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ നെഗോസിയേഷൻ പവർ, ആളുകൾ അദ്ദേഹത്തെ കാണാൻ വരുമ്പോൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം സംസാരിക്കുന്നത് അപ്പുറത്തിരിക്കുന്ന ആളോട് സംസാരിക്കാൻ ആവശ്യപ്പെടും. രണ്ടുപേരും വരുമ്പോഴും രണ്ടുപേരും വളരെ വികാരപരമായിട്ട് ഇമോഷണൽ ഇൻ്റലിജൻസ് ഒട്ടുമില്ലാതെ വരുന്ന ആളുകളായിരിക്കും. അങ്ങനെ സംസാരിക്കുമ്പോൾ അദ്ദേഹം നല്ല ഈ ഇമോഷണൽ ഇൻ്റലിജൻസ് വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം സംസാരിക്കാൻ പറയും ഒരാളോട്. അപ്പോൾ സംസാരിക്കുന്നതിനിടയിൽ മറ്റേ ആൾ ചാടിക്കയറിയിട്ട് എന്തെങ്കിലും പറയാൻ ശ്രമിക്കുമ്പോൾ ഇരിക്കട അവിടെ എന്ന് പറയും ആധികാരികതയോടെ. അപ്പോൾ ഇരുത്തിയിട്ട് ഒന്നും പറയാൻ സമ്മതിക്കില്ല. അതിനുശേഷം ഇദ്ദേഹം ഈ പറയുന്ന ആളോട് മുഴുവൻ പറഞ്ഞ ശേഷം അടുത്ത ആളോട് പറയാൻ പറയും. അപ്പോൾ ഇയാൾ സംസാരിക്കുമ്പോൾ അയാൾ എന്തെങ്കിലും പറയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അയാളെ അവിടെ ഒരു നോട്ടം കൊണ്ട് ശരീരഭാഷ കൊണ്ട് അമ്മാവൻ അവിടെ ഇരുത്തി കഴിഞ്ഞിട്ട് അത്ര ശക്തമാണ് ഐ കോണ്ടാക്റ്റ് ഒക്കെ. അങ്ങനെ ഇരുത്തിയിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് അമ്മാവൻ പിന്നെ പറയും, നീ ആ പറഞ്ഞ കാര്യത്തിനകത്ത് ആ വിഷയത്തിൻ്റെ അകത്ത് ശ്രദ്ധിക്കണം, അതിൻ്റെ ഉള്ളിൽ ഇൻ ടു ദ സൈഡ് അതിനകത്ത് എന്തോ ഒരു കാര്യമുണ്ട്, അതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഇയാൾ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ അപ്പുറത്തിരിക്കുന്ന ആളോട് അത് പറഞ്ഞു കഴിയുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ആളോട് പറയും, നീ ആ പറഞ്ഞ കാര്യത്തിനകത്ത് എന്തോ ഒരു സംഭവം ഒരു ക്ലാരിറ്റി വന്നില്ല, അതൊന്നോട് പറഞ്ഞ് അങ്ങനെ അയാളത് രണ്ടാമത് റിപ്പീറ്റ് ചെയ്യും. ഇങ്ങനെ ഈ കോൺവെർസേഷൻ പല തവണയായിട്ട് ഇവരെ കൊണ്ട് റിപ്പീറ്റ് ചെയ്യിച്ച് ഇവരുടെ ഉള്ളിലുള്ള ഇമോഷണൽ കാലാവസ്ഥയ്ക്ക് ഇമോഷണൽ ക്ലൈമറ്റിന് മാറ്റം വരുത്തിക്കും. അതാണ് പലതവണ ഇവർ ഇത് ആവർത്തിക്കുമ്പോൾ ഇത് ഡിസ്ചാർജ് ചെയ്ത് പോവുകയാണ്. അതൊരു വൊമിറ്റ് ചെയ്യുക, അവരുടെ ഇമോഷൻ അവർ വൊമിറ്റ് ചെയ്യുക, പറഞ്ഞ് അതിൻ്റെ തീവ്രത കുറയ്ക്കും. ഈ തീവ്രത കുറച്ചിട്ട് ഒരു ഇവരുടെ ഒരു ഇമോഷൻ ഒരു ലെവലിൽ വരും. ആ ലെവലിൽ വരുന്ന ഇവരുടെ ഈ പാസീവ് അഗ്രസീവ് നേച്ചറൊക്കെ ഒന്ന് വന്നിട്ട് ഇവരൊരു അസർട്ടീവായ ഒരു നേച്ചറിലേക്ക് വരുന്ന ആ ഒരു മുഹൂർത്തമുണ്ടല്ലോ, ആ ഒരു മുഹൂർത്തത്തിൽ അമ്മാവനൊരു സൊല്യൂഷൻ പറയും. ഇരു കൂട്ടർക്കും അത് സ്വീകാര്യമായിരിക്കും. ഇത് പലപ്പോഴും നമ്മൾ ഈ മധ്യസ്ഥം പറയുന്ന ആളുകളൊക്കെ മധ്യസ്ഥം പറഞ്ഞതിന് ശേഷം ഇരു കൂട്ടരെയും കേൾക്കാതെ ഇയാളൊരു തീരുമാനം പറയും, ഇതങ്ങ് അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞു വിടും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ പറയും അത് സ്വീകാര്യമല്ല. എന്തുകൊണ്ടത്? അവരെ കേൾക്കാൻ നമ്മൾ തയ്യാറായില്ല. കേൾവി, ലോകത്തിലെ ഏറ്റവും മികച്ച പ്രഭാഷകരൊക്കെ നല്ല ശ്രോതാക്കളാണെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. നമ്മളെ കേൾക്കാൻ തയ്യാറാവുന്നില്ല. എന്നെ ഒരാൾ കേട്ടിരുന്നെങ്കിൽ, എൻ്റെ പ്രശ്നങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, മികച്ച കമ്മ്യൂണിക്കേറ്ററാണ് ആ കേൾവിക്കാരൻ. അവനാണ് ഏറ്റവും നല്ല ലീഡറായി മാറുന്നത്. നന്നായി കേൾക്കുന്ന മനുഷ്യർക്ക് മുന്നിൽ ആളുകൾ സറണ്ടർ ചെയ്യും. ഒരു പുരുഷനെ നന്നായി കേൾക്കാൻ ഒരു സ്ത്രീ സംസാരിക്കുന്നത് നന്നായി കേൾക്കാൻ ഒരു പുരുഷനുണ്ടെങ്കിൽ ആ പുരുഷന്റെ അടിമയായ സ്ത്രീ ഫാനായി മാറും. എന്ന് വെച്ചാൽ അത് കേട്ടിട്ട് ഫാനാക്കി മാറ്റണം എന്നല്ല ഞാൻ പറഞ്ഞത്. അവിടെ നടക്കുന്ന പ്രോസസ്സ് അത്ര വലുതാണ്. നമുക്ക് പറയാനുള്ളത്, കേൾക്കാനായി ആരെങ്കിലും ഒന്ന് കിട്ടാനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ്റെ വലിയ ലോകമാണിത്. അപ്പം നമുക്ക് സ്വായത്തമാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വൈകാരിക ബുദ്ധി നമുക്കുണ്ടാവണം. ഏതു കാര്യത്തെയും സമീപിക്കാനും ജീവിതം നമ്മളെ പ്രായം കൊണ്ട് അത് പഠിപ്പിക്കും. വൈകാരിക ബുദ്ധി ചിലർക്കിത് സ്കില്ലായിട്ട് ജന്മസിദ്ധമായിട്ട് അപൂർവമായി കിട്ടുന്ന ആളുകളുണ്ട്. അവരതിനെ വളർത്തിയെടുക്കും. സ്കിൽ എന്ന നിലയ്ക്ക് അതിനെ വളർത്തിയെടുത്തിട്ട് മറ്റു പല കാര്യം കൊണ്ടും അനുഭവങ്ങൾ കൊണ്ടൊക്കെ ആ വൈകാരിക ബുദ്ധി ഇമോഷണൽ ഇൻ്റലിജൻസ് നേരെയായി വരുമ്പോൾ പാസീവായി അഗ്രസീവായി പെരുമാറിയിരുന്ന ആളുകൾക്ക് അസർട്ടീവായിട്ട് പെരുമാറാൻ പറ്റുന്നു. നല്ല ക്വാളിറ്റിയുള്ള ലീഡേഴ്സായിട്ട് എല്ലാം കേൾക്കും. നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനൊക്കെ ഓർമ്മയില്ലേ? ദിവംഗതനായ കേരളത്തിൻ്റെ ആരാധ്യനായ മുഖ്യമന്ത്രി, അതേ എന്തൊരു അസർട്ടീവായിട്ട് ആ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന, എല്ലാം കേൾക്കും. എന്നിട്ട് ഇടയ്ക്ക് ചില സപ്പോർട്ടൊക്കെ ഉണ്ടാവും, ചില പോസൊക്കെ ഉണ്ടാവും. അതൊക്കെ മികച്ച കമ്മ്യൂണിക്കേഷൻ്റെ ലക്ഷണമാണ്. അപ്പോൾ അതിലൂടെയാണ് ഈ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസിനെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക. നേടിയെടുക്കേണ്ട ഏറ്റവും വലിയ സ്കിൽ, നിങ്ങൾ പാസീവ് നേച്ചറാണെങ്കിൽ, നിങ്ങൾ നിശബ്ദനായി എല്ലാം സർവ്വം സഹിച്ച് കഴിയുന്ന ഒരാളാണെങ്കിൽ എന്തെങ്കിലും ഒരിക്കൽ നിങ്ങൾക്ക് പൊട്ടിത്തെറിക്കേണ്ടി വരും. അത് വലിയ അപകടമാണ്. നിങ്ങളൊരു അഗ്രസീവ് നേച്ചറാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാരക്ടറെ മറ്റുള്ളവർ പതുക്കെ നിങ്ങളെ ഇഷ്ടപ്പെടാതെ നിങ്ങളൊന്ന് അകന്നു പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു അസർട്ടീവ് നേച്ചറായിട്ട് മാറാൻ വേണ്ടി നിങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങളെ ഇമോഷനെ നിയന്ത്രിക്കുക, നിങ്ങളെ വികാരങ്ങളെ നിയന്ത്രിക്കുക. വികാരങ്ങൾ കെമിക്കലുകൾ ഉണ്ടാക്കുന്നു. ഓരോ ചിന്തയും ഒരു കെമിക്കലിന് ജന്മം നൽകുന്നു. പലതരത്തിലുള്ള കെമിക്കലുകളാണ്. നല്ല ചിന്തകൾക്ക് നല്ല കെമിക്കലുകൾ,
ചീത്ത ചിന്തകൾക്ക് ചീത്ത കെമിക്കലുകൾ, ഓരോന്നിനും ഓരോ പ്രാധാന്യമുണ്ട്. ആ കെമിക്കലുകൾക്കൊക്കെ ശരീരത്തിന് ഒരു ധർമ്മമുണ്ട്, അതിനൊക്കെ പ്രാധാന്യമുണ്ട്, ധർമ്മമുണ്ട്. അപ്പോൾ ആ ചിന്തകളെ നിയന്ത്രിച്ചാൽ കെമിക്കലുകളെ നിയന്ത്രിക്കാൻ പറ്റും. അപ്പോൾ ആ പ്രോസസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ആക്ഷൻ അവിടെ ഉണ്ടാവുന്നില്ല. അപ്പോൾ നമ്മളെ കൺട്രോൾ എവിടെയാണ്? ചിന്തകളെ നിയന്ത്രിച്ചുകൊണ്ട്, ഇമോഷനെ നിയന്ത്രിച്ചുകൊണ്ട്, ഇന്റലിജൻസ് നേടിയെടുത്തുകൊണ്ട് നമുക്കൊരു മികച്ച കമ്മ്യൂണിക്കേറ്ററായി മാറാൻ കഴിയും എന്ന് പറയുന്നു. നന്ദി.